നമ്മുടെ നാട്ടിൽ കുറച്ച് പ്രതിസന്ധിയിലായിട്ടുള്ള കുടിവെള്ള പ്രശ്നം, അതോടൊപ്പം തന്നെ മുന്നറിയിപ്പൊന്നും ഇല്ലാതെ തന്നെയുള്ള പവർ കട്ട്, മഴക്കാലപൂർവ്വ ശുചീകരണം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലാണ് നിങ്ങളുമായി ചർച്ച ചെയ്യാനും നടക്കുന്ന പ്രവർത്തനങ്ങൾ അറിയിക്കുവാനുമാണ് ഒരുമിച്ച് കാണാമെന്ന് കരുതിയത്. ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില വസ്തുതകൾ വീണ്ടും ചർച്ചയാവുകയാണ്. മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്, നെയ്യാറിൽ നിന്നും കൂടുതൽ ജലം നഗരത്തിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആലോചന ആ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മാധ്യമ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് തന്നെയാണ് ആവശ്യം. അതായത് ഒരു ഉദ്ദേശം 30 വർഷം മുൻപ് ആവിഷ്കരിച്ച പദ്ധതികളാണ് ഇപ്പോഴും തിരുവനന്തപുരം പട്ടണത്തിൽ കുടിവെള്ളം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത്. ഈ 30 വർഷം മുമ്പുണ്ടായിരുന്ന ജനസംഖ്യ അല്ല ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളത്. 30 വർഷം ഉണ്ടായിരുന്ന ഫ്ലാറ്റുകളും അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങളേക്കാൾ നിരവധി എണ്ണം കൂടിയിട്ടുണ്ട്. ജനസംഖ്യ തന്നെ ലക്ഷക്കണക്കിന് നഗരത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഫ്ലാറ്റുകൾ 100 കണക്കിന് കൂടിയിട്ടുണ്ട്. സ്ഥാപനങ്ങൾ 100 കണക്കിന് കൂടിയിട്ടുണ്ട്. ആശുപത്രികൾ വന്നിട്ടുണ്ട്. മോളുകളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് USTയിൽ പോയിരുന്നു. USTയിൽ മാത്രം 7000 ജീവനക്കാരുണ്ട്. എല്ലാ വിഭാഗത്തിലും കൂടെ പണിയെടുക്കുന്ന 7000 ജീവനക്കാരുണ്ട്. UST 30 വർഷത്തിനിപ്പുറമാണ് വന്നത്. അതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഏകദേശം 800 IT സ്ഥാപനങ്ങൾ തിരുവനന്തപുരം പട്ടണത്തിൽ മാത്രമുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ളത്. ഈ ഇത്രയും പേരിൽ നല്ലൊരു ശതമാനവും പട്ടണത്തിന് പുറത്തുനിന്ന് വന്ന് ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരുടെയൊക്കെ തന്നെ പലരുടെയും കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ജനസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ 30 വർഷം മുൻപുണ്ടായിരുന്ന ജനസംഖ്യയുടെ കണക്കിനിട്ട പൈപ്പിലൂടെയാണ് ഇപ്പോഴും വെള്ളം വരുന്നത്. വേനൽ വരുമ്പോഴേക്കും, വേനൽ കടുക്കുമ്പോൾ പലപ്പോഴും അരുവിക്കരയിലെ ജലസംഭരണികൾ വറ്റാറുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു ദീർഘവീക്ഷണത്തോടെ ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടെത്തിയാൽ മാത്രമേ വരും കാലങ്ങളിൽ നമുക്ക് ഈ പ്രശ്നത്തെ നേരിടാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭരണസമിതി വന്ന് ആദ്യത്തെ നാളുകളിൽ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ വിവരം ബോധ്യപ്പെടുകയും നെയ്യാറിൽ നിന്നുൾപ്പെടെ വെള്ളം കൊണ്ടുവരേണ്ട ആവശ്യകത ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചാൽ മാത്രമേ ഭാവിയിലെങ്കിലും ഈ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഈ വസ്തുത വളരെ ഗൗരവത്തോടെ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഗൗരവമായി ചർച്ച ചെയ്യുകയും ഇതിൽ നഗരഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് കോർപ്പറേഷൻ്റെ എല്ലാവിധത്തിലുള്ള ഇടപെടലുകളും സഹകരണവും ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ആണ് നമ്മൾ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാറുള്ളത്. സ്വാഭാവികമായും ജലവിതരണത്തിൽ കോർപ്പറേഷൻ്റേതായ ഇടപെടലുകൾ നടത്തുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. മാധ്യമപ്രവർത്തകർ പരിശോധിച്ചാൽ അറിയാം, നാളിതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഈ പ്രശ്നം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ കോർപ്പറേഷൻ്റെ ഈ ഭരണസമിതി ചെയ്തിട്ടുള്ളത്. ഇത്രത്തോളം ടാങ്കറുകൾ സൗജന്യമായി കുടിവെള്ളവുമായി നഗരത്തിൻ്റെ തലങ്ങും വിലങ്ങും ഓടുന്ന കാഴ്ച നാളിതുവരെ കണ്ടിട്ടില്ല. 100 കൗൺസിലർമാരോട് ആരോട് നിങ്ങൾ അന്വേഷിച്ചാലും അറിയാം, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വാർ റൂം സജ്ജമായിട്ടുണ്ട്. ഒരുപക്ഷെ ടാങ്കറിൻ്റെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും റൂട്ടിൽ പോയിരിക്കുകയാണെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ താമസിക്കാറുണ്ട്. പക്ഷേ കൗൺസിലർമാർ വിളിച്ചാൽ ആ എത്തിക്കേണ്ട സ്ഥലത്ത്, അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ വിളിച്ചാൽ, അല്ലെങ്കിൽ ആ ഓരോ പ്രദേശത്തുമുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ വിളിച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ ടാങ്കറിൽ സൗജന്യമായി വെള്ളം എത്തിക്കുവാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മുൻപ് ഇത് ഞാനൊരു പത്രത്തിൽ കണ്ടു, വലിയ ടാങ്കുകൾ പല സ്ഥലത്തും വയ്ക്കുമായിരുന്നു എന്ന് വാർത്ത കണ്ടു. ടാങ്കുകൾ വെച്ചാൽ അവിടെ പോയി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വീണ്ടും സംവിധാനം വേണം. അതുകൊണ്ട് ഞങ്ങൾ ചെയ്തത് ചെറിയ ടാങ്കറുകൾ, ഈ ടാങ്കുകൾ വയ്ക്കുന്നതിന് പകരം 20,000 ലിറ്ററിൻ്റെ ടാങ്കറുകൾ ഓരോ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലും ഇട്ടിട്ട് 2,000 ലിറ്ററിൻ്റെയും 5,000 ലിറ്ററിൻ്റെയും ചെറിയ ചെറിയ ടാങ്കറുകൾ ഇടറോഡുകളിൽ ഓടുന്ന സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ വെള്ളം എടുക്കാൻ വേണ്ടി വലിയ വലിയ കണ്ടെയ്നർ കൊണ്ട് അവർ പോയി എടുക്കണമല്ലോ, വീണ്ടും അതിൻ്റെ സംവിധാനം വേണമല്ലോ. അത് ജനങ്ങളുടെ ചിലപ്പോൾ കാണില്ല. അതുകൊണ്ട് 20,000 ലിറ്ററിൻ്റെ ടാങ്കർ തന്നെ റോഡിലിട്ടിട്ട് എങ്ങോട്ടാണ് ആവശ്യം അതിലിട്ട് വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ അത്രത്തോളം ശുഷ്കാന്തിയോടെ കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വം
കോർപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനിയും ചെയ്യും. ഓരോ വാർഡിലും ഓരോ ടാങ്കർ വിട്ട് കൊടുത്തിരിക്കുകയാണ്. നാളിതുവരെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതി ഇത് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഇടപെടലുകൾ വേണം. അതിന് കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വം ആ ഭാഗത്തും നിർവഹിക്കും. പ്രത്യേകിച്ചും BJP കേന്ദ്ര സർക്കാരിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ഇടപെടലുകൾ നടത്തുവാൻ സാധിക്കും. അത് തിരുവനന്തപുരത്തിന് വേണ്ടി ഞങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും. ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജോലിയും കൂടി ഭാഗമാണ് ഇതെന്നു കൂടിയുള്ള വസ്തുത ഒരിക്കൽ കൂടി ഓർപ്പെടും. ഇപ്പോൾ കേരളത്തിലെ ഏകദേശം 1000 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ അവരുടെ മാത്രം ഉത്തരവാദിത്വം ആണ് എന്നുള്ള നിലപാടിലേക്ക് പോകരുത്. കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വം കോർപ്പറേഷൻ ചെയ്യുകയാണ്. പക്ഷേ പൈപ്പിലൂടെ വെള്ളം കൊണ്ടുവരിക എന്നുള്ളതിന് സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണ ഇടപെടലും ആവശ്യമാണ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയല്ലേ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ വിളിച്ച് ഡയറക്ഷൻ കൊടുത്തത്. അത് വാട്ടർ അതോറിറ്റിയുടെ ഉത്തരവാദിത്വം ആ ഭാഗത്തുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം അത് ചെയ്തത്. ഞാൻ അതിലേക്ക് അതിലപ്പുറം ഇപ്പം കിടക്കുന്നില്ല. ആവശ്യമാണെങ്കിൽ അങ്ങനെയുള്ള ചർച്ചകളാവാം. ആ ആ പറയാം, ഞാൻ അതും നോട്ട് ചെയ്തിട്ടുണ്ട്. കിയോസ്കുകളിലേക്ക് വരാം. അടുത്ത നോട്ട് ചെയ്തിരിക്കുന്ന പോയിന്റും അത് തന്നെയാണ്. ഇപ്പോൾ കിയോസ്കുകളുണ്ട്. ഈ കിയോസ്കുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോഴേക്കും ഞങ്ങൾ ആദ്യ ആഴ്ചയിൽ തന്നെ കിയോസ്കുകളെ കുറിച്ച് പരിശോധന നടത്തി. എഞ്ചിനീയറിംഗ് വിദഗ്ധരെ കൊണ്ടുവന്ന് ഈ കിയോസ്കുകൾ മുഴുവൻ പരിശോധിച്ചു. ഈ കിയോസ്കുകൾ പ്രവർത്തിക്കുന്നതിനുള്ള എസ്റ്റിമേറ്റും എടുത്തു. എസ്റ്റിമേറ്റ് തുക പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഞാനതിവിടെ പറയുന്നില്ല. ഈ കിയോസ്കുകൾ പ്രവർത്തനം ആരംഭിച്ച് 2-3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ കിയോസ്കുകൾ പ്രവർത്തനരഹിതമായി. അതോടൊപ്പം തന്നെയാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി പണി കഴിപ്പിച്ച ഈ ടോയ്ലറ്റുകളും പ്രവർത്തനരഹിതമായി. ഈ ടോയ്ലറ്റുകളും കിയോസ്കുകളും പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടിയുള്ള വളരെ വലിയൊരു പരിശ്രമം ഡിസംബർ 26 ഭരണസമിതി ചുമതലയിൽ വന്നു. ജനുവരി ആദ്യത്തെ ആഴ്ചയിൽ തന്നെ എഞ്ചിനീയറിംഗ് വിദഗ്ധരെ എത്തിച്ചു, പരിശോധിച്ചു, അതിൻ്റെ എസ്റ്റിമേറ്റും എടുത്തതാണ്. അതിനുശേഷം കൗൺസിൽ അക്കാര്യം വയ്ക്കുന്ന ചർച്ചകളായപ്പോഴേക്കുമാണ് മാർച്ച് പകുതിയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കോഡ് ഓഫ് കോണ്ടാക്റ്റ് പിൻവലിച്ചതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാഹചര്യമുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ആ തീരുമാനങ്ങളിലേക്ക് പോകാതെ പെൻഡിങ് വച്ചിരിക്കുകയാണ്. നിയമപരമായ തടസ്സമുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കിയോസ്കുകൾ എത്ര വർഷം മുമ്പാണ് പണി കഴിപ്പിച്ചത്? അത് മാസങ്ങൾക്ക് മുമ്പ് തകരാറിലായി. ഇങ്ങനെയുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുത്തു ആരാണെന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം. മുൻ മേയർ പല കാര്യങ്ങളും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ള ചർച്ചകളിലേക്ക് ഈ ഭരണസമിതിക്ക് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളൊക്കെ ചോദിക്കുന്നത് വരെ അക്കാര്യങ്ങളിൽ പറയാതിരുന്നത്. സ്വാഭാവികമായിട്ട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടി വരും. മാസങ്ങൾ മാത്രം ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഈ കിയോസ്കുകൾ സ്ഥാപിച്ച്, ഈ ടോയ്ലറ്റുകൾ സ്ഥാപിച്ച് മാസങ്ങൾ കഴിയുമ്പോഴും അത് പണിമുടക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ആ പ്രവർത്തനങ്ങൾ ആരാണ് നടത്തിയത്, ആ പ്രവർത്തനങ്ങൾ ആരാണ് ഏൽപ്പിച്ചത്, അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ നടത്തിയ 1000 കോടി രൂപ നഗരത്തിൽ ചെലവഴിക്കുമ്പോൾ ആ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ പണി കഴിപ്പിച്ച പല റോഡിലും ഇപ്പോഴും വെള്ളം കെട്ടുന്നുണ്ട്, ഇല്ലേ? സ്മാർട്ട് സിറ്റി റോഡുകളിൽ പലതിലും ഇപ്പോഴും വെള്ളം കെട്ടുന്നതിൻ്റെ കാരണം അത് നടത്തിയ എഞ്ചിനീയറിംഗ് വിദഗ്ധരോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ബില്ലൊപ്പിട്ട് വാങ്ങിക്കൊണ്ട് പോയാൽ മാത്രം പോരല്ലോ, അത് നിശ്ചിത കാലത്തേക്ക് ഒരു ഉത്തരവാദിത്വം പറയണമല്ലോ. അപ്പോൾ കൂടുതൽ ചർച്ചയുമായി മുൻ മേയറും മന്ത്രിയുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശദമായ ചർച്ചകളും പരിശോധനയും കാര്യങ്ങളിലാകാം. എന്തായാലും കിയോസ്കുകളുടെയും ഈ ടോയ്ലറ്റുകളുടെയും കാര്യത്തിൽ ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് എടുത്തിട്ടുണ്ട്. കോഡ് ഓഫ് കോണ്ടാക്റ്റ് മാറുന്നതോടുകൂടി അടുത്ത ഘട്ടം എന്താണ് അക്കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പരിശോധിക്കും. അതിൽ താങ്കൾ പറഞ്ഞത്, താങ്കൾ തന്നെ അവിടെ പോയി റിപ്പോർട്ട് ചെയ്ത കാര്യം ശ്രദ്ധയിൽ വന്നിരുന്നു. ഇപ്പോൾ 2 പ്രശ്നമുള്ളത്, ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ, ഇപ്പോൾ പൈപ്പിലൂടെ വെള്ളം കിട്ടുന്ന സ്കൂട്ടർ പോകുന്ന സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ ഫ്ലാറ്റിൻ്റെ മുകളിലത്തെ നിലയിലും നമുക്ക് വെള്ളം എത്തിക്കാനുള്ള പരിമിതിയുണ്ട്. അത് പൈപ്പിലൂടെ എത്തിയാൽ സാധിക്കുകയുള്ളൂ. ആ മാധ്യമപ്രവർത്തകർ പറഞ്ഞ സ്ഥലത്ത് ഓട്ടോ പോകുന്ന സ്ഥലമാണ്. അവിടെ അങ്ങനെ ചർച്ച വന്ന സമയത്ത് തന്നെ ചെറിയ പിക്കപ്പ് ഓട്ടോ,
അതിൽ ഏറ്റവും ചെറിയ ടാങ്ക് എടുത്ത് അതിൽ കയറ്റി വെച്ച് അങ്ങനെ കൊണ്ടുപോകുന്ന ടെമ്പററി സംവിധാനവും അറേഞ്ച് ചെയ്യാനുള്ള വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അക്കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇനിയും ഇടപെടുവാനുള്ള ഹെൽത്ത് സൂപ്പർവൈസർമാരെയും ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ചുമതലപ്പെടുത്തിയിട്ടുകൊണ്ട് അവർക്കൊക്കെ തന്നെ അതിനാവശ്യമായുള്ള മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഇടറോഡുകളിലൊക്കെ പൈപ്പിലൂടെ എത്തിയാൽ മാത്രമേ പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെടുകയുള്ളൂ. ടാങ്കിനും ഒക്കെ പോകാനുള്ള പരിമിതിയുള്ള നമുക്കറിയാം ചെറിയ റോഡുകളിലൊക്കെ തന്നെ. മറ്റൊരു പ്രശ്നം ഞങ്ങൾ ഫേസ് ചെയ്യുന്നത് ഈ പല കരാറുകളും കൊടുത്തിരിക്കുന്നത് 10 വർഷത്തേക്കാണ്. ഇപ്പോൾ ലൈറ്റ് അണഞ്ഞാൽ അതിനെ പ്രകാശിപ്പിക്കുന്നവർക്ക് കരാർ കൊടുത്തിരിക്കുന്നത് 10 വർഷത്തേക്കാണ്. 10 വർഷത്തേക്ക് പല കരാറുകളും കൊടുത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ട്, സാങ്കേതികവിദ്യ ഇപ്പോൾ ഓരോ കാലം കഴിയുമ്പോഴും മാറുകയാണ്. 6 മാസം 1 വർഷം കഴിയുമ്പോൾ മാറുകയാണ്. അപ്പോൾ പുതിയ സാങ്കേതികവിദ്യകൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള പരിമിതി നമുക്കുണ്ടാവും. ഇന്നലെ ചില എഞ്ചിനീയർമാർ ബന്ധപ്പെട്ടത് നമുക്ക് പോസ്റ്റിൽ കയറാതെ തന്നെ ഒരു എക്യുപ്മെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് താഴെ നിന്നുകൊണ്ട് ബൾബ് മാറാം, ഇലക്ട്രിക് പോസ്റ്റിലെ ബൾബ് മാറാം. അതിന് ഉള്ള അഡ്വാൻറ്റേജ് ഒന്ന്, KSEBയുടെ ലൈൻ ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. ഈ എക്യുപ്മെൻ്റ് തന്നെ മുകളിൽ പോയി ഫ്യൂസായ ബൾബ് ഊരി വരികയും ആ സമയം പുതിയ ബൾബ് കൊടുത്താൽ അത് തന്നെ നേരെ പോയി ഘടിപ്പിച്ചിട്ട് വരും. അതൊരു മോട്ടോർ വർക്ക് ചെയ്താൽ മതി. ആ സാങ്കേതികവിദ്യ ഇന്നലെ കാണിച്ചു. അപ്പോൾ 10 വർഷത്തേക്ക് ഒരു കരാർ കൊടുത്തിരിക്കുമ്പോഴേക്കും ആ സാങ്കേതികവിദ്യ ഇതിൽ ഇൻഡക്ട് ചെയ്യാനുള്ള പരിമിതിയുണ്ട്. കുറേ നിയമ തടസ്സങ്ങളുണ്ടാവും, സാമ്പത്തിക കാര്യങ്ങളിലുള്ള ചർച്ചകൾ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ 10 വർഷത്തേക്കും 15 വർഷത്തേക്കും ഒക്കെ കരാർ കൊടുത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഈ ഭരണസമിതി അഭിമുഖീകരിക്കുന്നുണ്ട്. ലീഗൽ ഒപ്പീനിയൻ പലരും തേടിയിട്ടുണ്ട്. കാരണം നാളെ ഹൈക്കോടതിയും കേസൊക്കെ ആയിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നീണ്ടുപോകും. ഇങ്ങനെയുള്ള കുറച്ച് പ്രതിസന്ധികളുടെ ഇടയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ കൗൺസിലർമാരൊക്കെ, വനിതാ കൗൺസിലർമാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ അറിയാം, LDFൻ്റെയും UDFൻ്റെയും BJPയുടെയും ഉൾപ്പെടെ സ്വതന്ത്രർ ഉൾപ്പെടെയുള്ള കൗൺസിലർമാരൊക്കെ രാത്രി 12 മണി 1 മണിക്കും ഒക്കെ ആൾക്കാർക്ക് ഈ വെള്ളം കിട്ടുന്ന സമയത്ത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ശ്രദ്ധിച്ചാണ്, ഞങ്ങൾ വളരെ നേരത്തെ തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണം ആരംഭിച്ചു. ഇപ്പോൾ ഐശ്വര്യ ഹോട്ടൽ തകരപ്പറമ്പ് ഭാഗത്ത്, അതുപോലെ തന്നെ തമ്പാനൂർ ജോയ് വീണ സ്ഥലത്ത്, അത് റെയിൽവേയുടെ പ്രോപ്പർട്ടിക്കകത്താണ്, ഇവിടെ നിന്നൊക്കെ മാറ്റി. ഇന്നലെ കിട്ടിയ കണക്ക് 100 ലോഡ് മണ്ണിൽ കൂടുതൽ, മണ്ണും മാലിന്യം ഉൾപ്പെടെ 100 ലോഡിൽ കൂടുതൽ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ലോഡ് പോലും കരയിൽ കോരി വച്ചത് നിങ്ങൾ കണ്ടു കാണില്ല, ഒരിടത്ത് പോലും. ഐശ്വര്യ താരപ്പറമ്പ് റോഡിലൊക്കെ പോയി നോക്കൂ, ഒരു ദിവസം പോലും. ഇപ്പോൾ വഞ്ചൂരിൽ ചില സ്ഥലത്ത് മാറ്റിയപ്പോൾ ഞാൻ കൂടെ വന്നിട്ടാണ് മാറ്റിയത്. ടിപ്പർ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടാണ് JCB വെച്ച് മാറ്റുന്നത്. നമ്മൾ പലപ്പോഴും കോരി നോക്കാം, അന്വേഷിക്കാം. പേട്ടയിൽ കണ്ണമ്മൂലയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അന്വേഷിക്കാം. ഒരു സ്ഥലത്ത് പോയ ദിവസം ഞാനവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ സ്ഥലത്താണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അന്വേഷിക്കാം. ഞാൻ ഈ ഉറപ്പ് പറഞ്ഞ സ്ഥലങ്ങളിൽ നിങ്ങൾ പോയി നോക്കിയാൽ അറിയാം, 100 ലോഡിൽ കൂടുതൽ മാറ്റിയിട്ടും കരയിൽ കോരി വെച്ചിട്ടില്ല. അപ്പോൾ ആ നിർദ്ദേശം ഉൾപ്പെടെ കൊടുത്താണ് മാറ്റുന്നത്. പക്ഷേ ഓപ്പറേഷൻ അനന്തയ്ക്ക് ശേഷം ഈ ആമേഴഞ്ചാൻ തോടിൻ്റെ പറഞ്ഞ ഭാഗത്തുനിന്ന് ഇന്നുവരെ മണ്ണ് കോരിയിട്ടില്ല. അതുൾപ്പെടെ ഞങ്ങളിപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരമാവധി കോർപ്പറേഷനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്രയും നേരത്തെ ഇതുവരെ അത് ചെയ്തിട്ടില്ല. ആ പ്രവർത്തനം ഞങ്ങൾ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് മണ്ണ് മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദുർഗന്ധം കാരണം ജീവിക്കാൻ സാധിക്കാത്ത ഒരുപാട് പ്രദേശങ്ങളുണ്ട്. അതിനുള്ള മെക്കാനിസം നമ്മൾ കണ്ടെത്തണം. അത് ഞങ്ങളുടെ ചർച്ചയിലുണ്ട്. ഞാൻ പറഞ്ഞു വരുമ്പോഴേക്കും പൂർത്തിയാകുമ്പോൾ ശരിയാവും. പറയാം, സമയം ഇപ്പം പെട്ടെന്ന് പറയാൻ പറ്റില്ല. എന്താണ് പരിഹരിക്കാൻ ആലോചിക്കുന്ന മെക്കാനിസം എന്ന് ഇപ്പോൾ പറയാം. അത് എഞ്ചിനീയറിംഗ് വിദഗ്ധരും അതിൻ്റെ കോൺട്രാക്റ്റ് എടുക്കുന്ന വർക്കിൻ്റെ ഡ്യൂറേഷനൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ എപ്പോൾ അവസാനിക്കുമെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. പറയാം. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് പറയാം. അത് ഡോക്ടർ ബിജു പ്രഭാകർ അദ്ദേഹം ഇന്നലെ ഒരു മാധ്യമത്തിലൂടെ ഡിസ്ക്ലോസ് ചെയ്ത കാര്യമായതുകൊണ്ട് ഞാനിപ്പോൾ പറയാം. അല്ലെങ്കിൽ നടക്കുന്ന എല്ലാ ചർച്ചയും നമ്മൾ പറയേണ്ട സ്റ്റേജ് എത്തിയിട്ടില്ല. ഞങ്ങൾ ഈ ഭരണസമിതി വന്നപ്പോൾ തന്നെ നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു, കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരും ഉദ്യോഗസ്ഥരും മാത്രം ഇരുന്ന്
നഗരത്തിൻ്റെ കാര്യം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന ശൈലിയിൽ നിന്നും ചെറിയ വ്യത്യാസം വരുത്തിക്കൊണ്ട് ഞങ്ങൾ ഇതിനുള്ള സാഹചര്യം ഒരുക്കുകയും തിരുവനന്തപുരത്തെ സ്നേഹിക്കുന്ന, തിരുവനന്തപുരത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിച്ചിട്ടുള്ള, അതിന് പരിഹാരം അറിയാവുന്ന വിദഗ്ധരുമായി കൂടി കൂടുതൽ കൂടിയാലോചനകൾ നടത്തി നഗരഭരണം നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആശയപരമായി ഒരുപക്ഷെ ഈ ഭരണസമിതിയുമായിട്ട് യോജിക്കാൻ സാധിക്കാത്തവർക്കും തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനവുമായി യോജിക്കാൻ കഴിയുന്ന നിരവധി പേരുണ്ട്. അവരെ അത്തരത്തിൽ ഞങ്ങൾ അവരുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻ ജില്ലാ കളക്ടർ, മുതിർന്ന IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീ ബിജു പ്രഭാകർ, അദ്ദേഹം നല്ല എക്സ്പീരിയൻസ് ആളാണ്. തിരുവനന്തപുരം 1970 മുതൽ തിരുവനന്തപുരത്ത് പല പ്രവർത്തനങ്ങളുമായി വിദ്യാർത്ഥിയായിരുന്ന സമയം മുതൽ ബന്ധമുള്ള ആളാണ്. അദ്ദേഹവുമായി ചില കാര്യങ്ങൾ ആശയവിനിമയം നടത്തി ഉടൻ തന്നെ അദ്ദേഹം കോർപ്പറേഷനിൽ എത്തുകയും മണിക്കൂറുകളോളം തിരുവനന്തപുരത്തിൻ്റെ പല സാഹചര്യങ്ങളെക്കുറിച്ച്, സാധ്യതകളെക്കുറിച്ച്, പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ ഒരു പ്രമുഖ ആർക്കിടെക്റ്റ് ടെലിഫോണിൽ ചില കാര്യങ്ങൾ മേയർ ആവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ ഡയഗ്രാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് വന്നിരുന്നു. രാവിലെ 10 മണിക്ക് ഞാൻ അരമണിക്കൂർ അദ്ദേഹമായിട്ട് ഞാൻ ചർച്ച. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ 3 ദിവസം മുമ്പാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാനുമായിട്ട് വന്നിരുന്നു. അടുത്ത ദിവസം ഈ വിദഗ്ധരുമായിട്ട് ഇരിക്കുന്നുണ്ട്. അവരുമായൊക്കെ ചർച്ച ചെയ്തിട്ട് ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം. കഴിഞ്ഞ ദിവസം UST പോയി, വെറുതെ അല്ല, UST പോയി അവരുടെ സീനിയർ സയൻറ്റിസ്റ്റുകളുമായൊക്കെ ഇരുന്നത് ആക്കുളം കായലുമായി ബന്ധപ്പെട്ട് എൻജിനീയറിംഗ് ഈ ടെക്നോ പാർക്ക് മേഖലയിലുള്ളവർക്ക് IT പ്രൊഫഷണൽസ്, IT കമ്പനികൾക്ക് അക്കാര്യങ്ങളിൽ ഏത് രീതി ഇടപെടാൻ സാധിക്കും, ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. അപ്പോൾ എല്ലാ തരത്തിലുമുള്ള ഇടപെടലുകളും ചർച്ചകളും നടക്കുന്നുണ്ട്. അത് ഒരു പരിഹാരത്തിലേക്ക് നയിക്കും. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നഗരത്തെ എത്തിക്കാൻ സാധിക്കും. ഇപ്പം ബിജു പ്രഭാകർ സാർ വളരെ തൃപ്തികരമായിട്ടല്ലേ സംസാരിച്ചത് ഇന്നലെ. ആമേഴഞ്ചാൻ തോടിലൂടെ ഈ ഡ്രെയിനേജ് വേസ്റ്റ്, സിവറേജ് വേസ്റ്റൊക്കെ വ്യക്തികൾ ഉൾപ്പെടെ ഒഴുക്കുന്നുണ്ട്, സ്ഥാപനങ്ങൾ ഒഴുക്കുന്നുണ്ട്, വ്യക്തികൾ ഒഴുക്കുന്നുണ്ട്. ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ള ഒരു അഡ്വൈസാണ് അദ്ദേഹത്തിൽ തേടിയത്. നമ്മൾ ഇതുവരെയും ചർച്ചയിൽ വരാത്ത വളരെ നല്ല മെക്കാനിസമാണ് അദ്ദേഹം പറഞ്ഞത്. കൂടുതൽ സ്ഥലം അക്വയർ ചെയ്യാതെ തന്നെ നമുക്ക് ഈ പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്താം. പലരോട് ചർച്ച ചെയ്തപ്പോഴും അത് വളരെ പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടാണ് അതിന് കിട്ടിയിട്ടുള്ളത്. ഈ കുടിവെള്ള പ്രശ്നം വന്നപ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞത് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ, കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുൻ മേയർ ശ്രീ പ്രശാന്ത് പറഞ്ഞിരുന്നു, KSEBയുടെയും വാട്ടർ അതോറിറ്റിയുടെയും ഉദ്യോഗസ്ഥരുമായിട്ട് സംയോജിപ്പിച്ച് ഒക്കെ ചെയ്യണമെന്നൊക്കെ. അദ്ദേഹം പറയുന്നതൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. അങ്ങനെ തന്നെയാണ് ചെയ്തത്. ആദ്യ ദിവസങ്ങളിൽ തന്നെ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ 4 തവണ മീറ്റിംഗ് വിളിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത ആറ്റുകാലിൽ നടന്ന യോഗത്തിൽ കുടിവെള്ള പ്രശ്നം ഉയർന്നു വരികയും മുഖ്യമന്ത്രി പോയതിന് ശേഷം ബഹുമാനപ്പെട്ട മന്ത്രി V ശിവൻകുട്ടി ഇടപെട്ട് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർക്ക് കർശനമായ നിർദ്ദേശം, അവിടെ മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നെങ്കിൽ അറിയാം, കർശനമായ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. ഇവിടെ വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിങ് എഞ്ചിനീയറും കുടിവെള്ള പ്രശ്നമുള്ള വാർഡുകളിലെ കൗൺസിലർമാർ ഉൾപ്പെടെ മീറ്റിംഗ് നടത്തിയ സമയത്ത് ഞാൻ തന്നെ ചോദിച്ചു, തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി എവിടെയെങ്കിലും ബില്ലുകൾ പെൻഡിങ് ഉണ്ടോ? എന്ത് ചെയ്തു തരണം? ഒരു സഹായവും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് വാട്ടർ അതോറിറ്റി ആവശ്യപ്പെട്ടിട്ടില്ല. ആ കുളത്തൂർ കഴക്കൂട്ട മേഖലയിൽ ചില സ്ഥലങ്ങളിൽ ബൂസ്റ്റർ പമ്പ് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് കുറച്ച് പരിഹാരമാകുമെന്ന് ഒരു എഞ്ചിനീയർ പറയുകയും, അസിസ്റ്റന്റ് എഞ്ചിനീയർ പറയുകയും, ആ ബൂസ്റ്റർ പമ്പിൻ്റെ എക്സ്പെൻസ് കോർപ്പറേഷൻ വഹിക്കാമെന്ന് ഞങ്ങൾ പറയുകയും ചെയ്തതാണ്. 2 തവണ ആവശ്യപ്പെട്ടിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തത്. ഞാൻ കുറ്റപ്പെടുത്തലല്ല, ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരെ കൂട്ടിയോജിപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പല ഉദ്യോഗസ്ഥരും വ്യക്തിപരമായ സംഭാഷണങ്ങൾ പറയുന്ന വെള്ളമില്ല അരുവിക്കരയിൽ നിന്നും. ഇപ്പോൾ ലീക്കേജും കൂടെ ആകുമ്പോഴേക്കും, വേനലും കൂടെ ആകുമ്പോഴേക്കും വെള്ളം എത്തുന്നില്ല. ഇതാണ് പ്രശ്നം. അതോടൊപ്പം തന്നെ 18 മാസമായി വാട്ടർ അതോറിറ്റിക്ക് വർക്ക് ചെയ്ത കരാറുകാർക്ക് പണം കൊടുക്കാനുണ്ട്. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. 18 മാസമായി കരാറുകാർക്ക് സംസ്ഥാന സർക്കാർ പണം കൊടുത്തിട്ടില്ല. കൊടുക്കാത്തത് കൊണ്ട് തന്നെ തകരാറ് വന്നാൽ അവർ ഓടിയൊന്നും പണിയുന്നില്ല. ഈ പ്രശ്നങ്ങളുണ്ട്. ഇത് മുൻ മേയർ അഡ്രസ്സ് ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ടാണല്ലോ അവർ വന്നിട്ട് തകരാറുകൾ പരിഹരിക്കാത്തത്. അതുകൊണ്ടല്ലേ ലീക്കേജ് കൂടുന്നത്. കറക്റ്റ് എണ്ണം രേഖാമൂലം എനിക്ക് കിട്ടിയിട്ടില്ല. ഇത്തരത്തിലുള്ള വാർത്ത ഞാൻ കേട്ടു. എന്തായാലും പൈപ്പ് പൊട്ടിയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ, ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ വാർഡിൽ കുലശേഖരം, അവിടെ ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിൽ പൈപ്പ് പൊട്ടുന്നത് 4 തവണ ഞാൻ വാട്ടർ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടു. സൂപ്രണ്ടിങ് എഞ്ചിനീയർ തന്നെ വിളിച്ചു. അതുപോലെ പലയിടത്തും പൈപ്പ് പൊട്ടിയിട്ട് ഇന്ന്
ഒരു വീട്ടിൽ നിന്ന് പൈപ്പ് പൊട്ടിയിട്ട് ഒരാഴ്ച കൊണ്ട് വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞ് രാവിലെ ഒരു കോൾ വന്നു. കരാറുകാരെ വിളിച്ച് പറഞ്ഞാൽ അവർക്ക് ബില്ല് കൊടുക്കാത്തതുകൊണ്ട് ഇവരൊന്നും പരിഹരിക്കുന്നില്ല. ഇപ്പം ഞങ്ങൾക്ക് കോർപ്പറേഷൻ ഇറങ്ങി ഇപ്പോൾ റോഡ് കുഴിച്ചിട്ട് ഇത് പരിഹരിക്കാനുള്ള മെക്കാനിസം ഞങ്ങൾക്കില്ല, അതിൻ്റെ പെർമിഷനും ഇല്ലല്ലോ. ഇനി മഴ വന്നാൽ ഉണ്ടാകുമ്പോൾ പ്രശ്നം എന്താണ്? വേറൊന്ന്, നമ്മുടെ മാൻ ഹോളുകളൊക്കെ തന്നെ ഓവർഫ്ലോ ആവും. ഈ കരാറുകാർക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ ഈ സിവറേജുകാർ വന്നിട്ട് ഈ വർക്ക് ചെയ്യില്ല. അപ്പോഴും ജനം കൗൺസിലറെയാണ് വിളിക്കുന്നത്. ഞങ്ങൾക്ക് ചെയ്യാനുള്ള അധികാരവുമില്ല, മെക്കാനിസവും ഇല്ലല്ലോ. അതിന് ഫണ്ട് മുടക്കണമെങ്കിൽ കോർപ്പറേഷൻ മുടക്കാൻ തയ്യാറാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെയും അവരെയും നിയന്ത്രിക്കാനോ ഒന്നും ചെയ്യാനുള്ള സംവിധാനം. അല്ലെങ്കിൽ കോർപ്പറേഷനകത്തുള്ള ബില്ല് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഞങ്ങൾ കൊടുക്കാം. കോർപ്പറേഷൻ ആ സാമ്പത്തിക ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണ്, കോർപ്പറേഷൻ്റെ ഉള്ളിലെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. കുറ്റപ്പെടുത്തി വിതരണത്തിൻ്റെ യെസ് ഞാൻ അതാ സംബന്ധിച്ചത്. മന്ത്രി പറഞ്ഞ 100% അദ്ദേഹം പറഞ്ഞ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് 210 ടാങ്കറുകൾ തലങ്ങും വിലങ്ങും ഓടുന്നത്. വിതരണം, ജലവിതരണം, യെസ്, ആ വിതരണം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും അത് എവിടെയെങ്കിലും എത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ കൗൺസിലർ വാട്ടർ അല്ല, അപ്പോൾ കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വം എന്തെന്നാണ് പറഞ്ഞത്? അതെ, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ആ ഉത്തരവാദിത്തമാണ് മന്ത്രി ഇന്നലെയല്ലേ പറഞ്ഞത്. ഞങ്ങൾ ജനുവരി മാസം മുതൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നേ. കോർപ്പറേഷൻ്റെ ആ ഉത്തരവാദിത്തം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 3 ലക്ഷം വീടുകളുള്ള തിരുവനന്തപുരം പട്ടണത്തിൽ നേരത്തെ പറഞ്ഞതുപോലുള്ള ഇടറോഡുകളിൽ ടാങ്കർ കയറാത്ത ഇടറോഡുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ റെസിഡൻസ് അസോസിയേഷൻ, സാമുദായിക സംഘടനകൾ കൗൺസിലർമാരുടെ സഹായത്തോടു കൂടി എത്തിച്ചു കൊടുക്കുന്നുണ്ട്, ബക്കറ്റിൽ പോലും. അല്ല, അവിടെ ഈ സൈക്കിളും സ്കൂട്ടറും മാത്രം പോകുന്ന റോഡാണെങ്കിൽ പരിമിതിയുണ്ട്. കൗൺസിലർമാർക്ക് ആ ഇടറോഡിലുള്ള എല്ലാ വീട്ടിലും ബക്കറ്റിൽ വെള്ളം കൊണ്ടു കൊടുക്കാൻ സാധിക്കില്ല. അത് ചെയ്യാം, അത് ആവശ്യം വരുന്ന സ്ഥലങ്ങളിൽ ചെയ്യാൻ കഴിയുന്നതുപോലെ ചെയ്യുന്നുണ്ട്. കൗൺസിലർമാർ പലയിടത്തും ഹോസിട്ട് അവരുടെ അപ്പോൾ എടുക്കുന്ന തീരുമാനം വെച്ച് തന്നെ ആ വാർഡ് കമ്മിറ്റിയും കൗൺസിലർമാരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്തുള്ള എല്ലാ കൗൺസിലർമാരും, തിരഞ്ഞെടുക്കപ്പെട്ട കോർപ്പറേഷനിലെ 100 കൗൺസിലർമാരും വളരെ ശുഷ്കാന്തിയോടുകൂടി അവരക്കാര്യം ചെയ്യുന്നുണ്ട്. അല്ല, ഞാനൊരു കാര്യം പറയാമല്ലോ. ഞാൻ ഒരു കാര്യം പറയാം. നമുക്കെല്ലാ കാര്യങ്ങളും അറിയാം, സംവാദമൊക്കെ നമുക്കാവാം, സംവാദവും കാര്യങ്ങളൊക്കെ ആവാം. ഈ പ്രശ്നമാണ് പരിഹരിക്കേണ്ടത്. 45 വർഷം ഭരിച്ച ഒരു സിസ്റ്റമാണ് 3 മാസമായ ഒരു ഭരണസമിതിയെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ നിൽക്കുന്നത്. ഒരു ഗവൺമെൻറ് തന്നെ, ഒരു ഗവൺമെൻറ്റും ഒരു മുൻ മേയർ, ഒരു മന്ത്രിയൊക്കെ ഇറങ്ങി നിന്നിട്ട് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ശൈലി അവസാനിപ്പിക്കണം. ഞാൻ വേറെ ചോദിക്കട്ടെ, വിളപ്പിൽശാല പൂട്ടിയതിന് ശേഷം ഓൾട്ടർനേറ്റീവ് പ്രശാന്തിൻ്റെ കാലത്ത് ഉൾപ്പെടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു മാലിന്യ പ്ലാന്റ് കാണിക്കാമോ? നിങ്ങൾ പറയൂ, എവിടെയാണ് മാലിന്യ പ്ലാന്റ്? കോടികൾ മുടക്കിയല്ലോ കിച്ചൺ ബിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്. എത്ര കിച്ചൺ ബിൻ തിരുവനന്തപുരം പട്ടണത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്? 30-35 വർഷം മുമ്പ് മാലിന്യ പ്ലാന്റ് പൂട്ടിയിട്ട് ഇന്ന് വരെ ഒരു ബദൽ സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലല്ലോ. എവിടെയാണ് കൊണ്ടുപോകുന്നതെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫുഡ് വേസ്റ്റ്? പിന്നെ അദ്ദേഹം പറഞ്ഞു ആറ്റുകാൽ ക്ലീനിങ് പാളിയെന്ന്. എവിടെയാണ് പാളിയത്? അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി പിറ്റേ ദിവസം രാവിലെ എന്തിനാണ് പറഞ്ഞത് കോർപ്പറേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്തു എന്ന്? അത് പറഞ്ഞതിന് ശേഷം വാർത്തകൾ വന്നപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ കോർപ്പറേഷനെ പിന്തുണച്ച് കഴിഞ്ഞാൽ ഭരണസമിതിക്ക് ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത കൂടുമെന്ന്. അതുകൊണ്ടാണല്ലോ പിറ്റേ ദിവസം ക്യാമറയും കൊണ്ടിറങ്ങിയത്. സംസ്കൃത കോളേജിൽ മാലിന്യം മാറ്റാൻ വേണ്ടി ചെന്ന വാഹനങ്ങളെ അവിടുത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ അതിനകത്ത് നിന്നും പറഞ്ഞ് പുറത്തുവിട്ടു. ഇവിടെ വാഹനം കോർപ്പറേഷൻ ഇടാൻ പാടില്ല, ഇവിടുത്തെ മാലിന്യം മാറ്റണ്ട എന്നുള്ള നിലപാടെടുത്തു സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന. ഇങ്ങനെ രാഷ്ട്രീയമായ വിരോധം വെച്ചുകൊണ്ട് ഇങ്ങനെ പെരുമാറാമോ? ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ റിപ്പോർട്ട് ചെയ്ത കാര്യമാണിത് ഇപ്പം ഞാൻ പറയുന്നത്.
സംസ്കൃത കോളേജിൽ കോർപ്പറേഷൻ്റെ വാഹനം ഇട്ടാൽ ടയർ കുത്തി കീറുമെന്ന് പറഞ്ഞു. ഒരു മന്ത്രിയും ഒരു മുൻ മേയറും ഇങ്ങനെയാണ് ആളുകളെ പഠിപ്പിക്കേണ്ടത്. എന്നിട്ട് പിറ്റേ ദിവസം ആക്ടിംഗ് സെക്രട്ടറി അവിടെ പോയിട്ട് ആ മാലിന്യം വാരിയിട്ടാണ് പറയുന്നത് കോർപ്പറേഷൻ ചെയ്തില്ല എന്ന്. ഒരു വാഹനത്തെ കത്തിക്കുമെന്നും ടയർ കുത്തി കീറുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വിട്ടിട്ട് അവിടെ മാലിന്യം ഇടിയിപ്പിച്ച് അതിനെ പോയി മാറ്റുന്നു. ഈ സംസ്കാരം അവസാനിപ്പിക്കണം. പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിക്കോ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് BJP. അതുകൊണ്ട് ഭരണം ഏത് തരത്തിൽ നടത്തണമെന്ന് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. കൃത്യമായിട്ടുള്ള അഡ്വൈസ് തരുന്ന ആളുണ്ട്. ഈ പ്രശ്നങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ മുഴുവൻ പ്രശ്നവും പരിഹരിക്കും. അതിന് കൃത്യമായിട്ടുള്ള പ്ലാനുണ്ട്. പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം കുടിവെള്ള പ്രശ്നം എങ്ങനെ നമുക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കാം. ഞങ്ങൾ പരിഹരിച്ചിട്ട് പോകുന്ന പ്രശ്നം ശാശ്വതമായിട്ടായിരിക്കും. ഇതുപോലെ തൊട്ട് വെച്ചിട്ടൊന്നും പോവില്ല. തിരുവനന്തപുരത്ത് 6 മാസം ഒരു വർഷത്തിൽ കുടിവെള്ള പ്രശ്നമുണ്ട്. ഡിസംബർ അവസാനം ആരംഭിച്ച് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസം വെള്ളക്കെട്ടാണ്. 6, 3, 9 മാസം നമ്മുടെ ഭരണസമിതിയുടെ എനർജിയുടെ നല്ലൊരു ശതമാനവും ചിലവാകുന്നത് ഈ വെള്ളപ്പൊക്കവും കുടിവെള്ളമില്ലായ്മയുടെയും പുറകിലാണ്. ഇത് ശാശ്വതമായി നമുക്ക് എങ്ങനെ പരിഹരിക്കും? ജനങ്ങളുടെ മുഴുവനും ഊർജ്ജവും ചെലവഴിക്കുന്നത് ഈ ടെൻഷനിലാണ്. ഇത് പരിഹരിക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പ്രാദേശിക ഭരണകൂടവും ഒരുമിച്ച് നിൽക്കണം. പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ്റുമായി സംസാരിച്ച് വിദഗ്ധരുടെ ഉപദേശം തേടി ഇക്കാര്യങ്ങൾ രണ്ടും പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് ഉള്ള ചർച്ചകൾക്കും പ്രവർത്തനങ്ങൾക്കും കോർപ്പറേഷൻ ഭരണസമിതി മുൻകൈ എടുക്കും. ഈ പ്രശ്നം കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യും. അതാണല്ലോ പറഞ്ഞത്. ഞങ്ങൾക്ക് മാർച്ച് 15 ശേഷം മെയ് 6 വരെയുള്ള ഞങ്ങൾക്ക് പരിമിതിയുണ്ട്. മാർച്ച് 15 മെയ് 6 ഇടയ്ക്ക് ഇത്തരത്തിലുള്ള കരാറുകൾ ഏർപ്പെടാനോ കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുത്ത് പുറത്തു വിടുവാനോ പരിമിതിയുണ്ട്. പ്രശാന്ത് പറയുന്നത് 45 വർഷത്തെ ഭരണസമിതിയുടെ ചരിത്രമാണല്ലോ. നമുക്ക് ആർക്കും അറിയാമല്ലോ അമൃത് പദ്ധതി. ഞാൻ പറഞ്ഞത് ആ പ്ലാന്റ് അവിടെ രണ്ടാമത്തെ പ്ലാന്റ് വന്ന് അദ്ദേഹത്തിൻ്റെ 4 വർഷത്തെ ഭരണസമിതിയുടെ സമയത്തല്ലേ. ഇനി ആ പ്ലാന്റ് അവിടെ വന്നെങ്കിൽ ഇന്നെന്ത് വീണ്ടും പ്രശ്നം നിലനിൽക്കുന്നു? അത് വിജയകരമായിരുന്നെങ്കിൽ ഇന്നും ആ പ്രശ്നം ഉണ്ടാവാൻ പാടില്ലല്ലോ. അതിനെന്താ അദ്ദേഹം ഉത്തരം പറയാത്തത്? ഞാനത് പറയട്ടെ സുഹൃത്തെ. അദ്ദേഹത്തിൻ്റെ പ്ലാന്റിൻ്റെ അങ്ങനെയാണെങ്കിൽ വേനൽക്കാലം വരുന്നതിനും അറ്റകുറ്റ പണികൾ നടത്തണമെന്നുള്ള ബോധമില്ലാത്തവരാണ് എഞ്ചിനീയർമാർ. പ്രശാന്തിൻ്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞത് പദ്ധതി വിജയമായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സമയത്ത് കോടികൾ ചെലവഴിച്ച് നടപ്പിലാക്കിയ കിച്ചൺ ബെഞ്ച് വിജയമായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഫുഡ് വേസ്റ്റ് കൊണ്ടുവന്ന് ഓടയിൽ തള്ളുമോ? അപ്പോൾ ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാണ്ട്. പിന്നെ അങ്ങനെയുള്ള ചർച്ചകളിലേക്ക് പോയി നമ്മുടെ വാല്യുബിളായിട്ട് സമയം അതിനുവേണ്ടി മാറ്റി വയ്ക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അതിലേക്കൊന്നും പോകാത്തത്. ഉണ്ട്. അതായത് കിട്ടിയ വിവരം ഓപ്പറേഷൻ അനന്തയ്ക്ക് ശേഷം ഇതുവരെ മണ്ണ് മാറ്റിയിട്ടില്ല. അവിടേക്ക് ഒഴുകി വരുന്ന കുറച്ച് മുകളിലിടുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള കുറച്ച് ചപ്പുചവറുകൾ ജനങ്ങൾ വലിച്ചെറിയുന്നത് തന്നെയാണ്. അത് മാറ്റേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷനാണ്. പക്ഷേ ഈ മണ്ണൊലിച്ച് വന്നടിയുന്നത് സ്വാഭാവികമായിട്ടും മൈനർ ഇറിഗേഷനും മേജർ ഇറിഗേഷനും ഒക്കെ തന്നെ ഓരോ വർഷവും ഇടവിട്ട് മാറ്റേണ്ടതാണ്. മാറ്റിയിട്ടില്ല. ഞങ്ങൾ മാറ്റിയ 100 ലോഡ് മണ്ണിൽ ഒരു 5-8 ലോഡ് മറ്റുള്ള മാലിന്യം ഉണ്ടാവും. ബാക്കി മുഴുവനും മണ്ണ് തന്നെയാണ്. വർഷങ്ങളായി മാറ്റിയിട്ടില്ല. അതാണ് കോർപ്പറേഷൻ ഞങ്ങളുടെ ചെലവിൽ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ അന്വേഷിക്കണം മാധ്യമപ്രവർത്തകർ. ഇതൊക്കെ എവിടെയാണ് മാറ്റിയത്, ആരാണ് മാറ്റിയത്, ഇത് ഒക്കെ അന്വേഷിക്കണം. ഞാനിപ്പോൾ ഒരു മേയറായിരുന്നു കൊണ്ട് അക്കാര്യങ്ങളിലേക്ക് നിങ്ങൾ തന്നെ അന്വേഷിച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന് ഇപ്പോൾ പറഞ്ഞു കൊടുത്താൽ കൂടെ പറയാം. നമ്മുടെ ഒരു സ്ലോട്ടർ ഹൗസ് കുന്നുവഴിയിലുണ്ട്. അത് ഉദ്ഘാടനം നടത്തിയിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം. ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയുടെ പേരൊക്കെ എഴുതി വെച്ചിട്ട് കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾ കണ്ടു കാണും. ഉദ്ഘാടന വാർത്തയൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതറിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ടീം കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നു. അവിടെ ഇലക്ട്രിക് കണക്ഷൻ പോലും കിട്ടിയിട്ടില്ല. ആലോചിച്ച് നോക്കുക. മൃഗങ്ങളെ ഇറച്ചിയാക്കാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി ബഹുമാനപ്പെട്ട തദ്ദേശ മന്ത്രി ഉദ്ഘാടനം ചെയ്ത സ്ഥാപനത്തിൽ ഇലക്ട്രിക് കണക്ഷൻ കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെ അത് പ്രവർത്തിക്കുന്നത്? അവിടുത്തെ ETP പ്ലാന്റ് വന്നിട്ടില്ല. അപ്പോൾ കെട്ടിടം കെട്ടിയിട്ട് കുറച്ച് മെഷീനറി കൊണ്ടുവച്ചു എന്നുള്ളതിലപ്പുറം ഒരു പ്രവർത്തനം നടന്നിട്ടില്ല. അതിനുശേഷം
ഈ ഭരണസമിതി മുൻകൈയെടുത്ത് അടിയന്തര സാഹചര്യത്തിൽ KSEB ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുമായി നിരന്തരം ചർച്ച, ഒരു ദിവസം 3-4 തവണ മേയറുടെ ഓഫീസിൽ നിന്നും ഫോളോ അപ്പ് ചെയ്ത് ഇന്നലെ ഉച്ചയ്ക്കാണ് KSEBയുമായി ഇലക്ട്രിക് കണക്ഷൻ കിട്ടുവാനുള്ള കരാർ ഒപ്പിട്ടത്. ഡെപ്പോസിറ്റ് വെച്ച് ഇന്നലെ ഉച്ചയ്ക്കാണ് കോർപ്പറേഷൻ സെക്രട്ടറിയും KSEBയുമായുള്ള കരാർ ഒപ്പുവെച്ചത്. ഇനി നടപ്പിലാക്കുന്ന കമ്പനി കെല്ലുമായിട്ട് ഉള്ള ചില പണികൾ പൂർത്തിയാക്കുവാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ മാത്രമേ ആ പ്ലാന്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് സ്മാർട്ട് സിറ്റിയുടെ ഞാൻ പറഞ്ഞ ഇവിടെ മുഴുവനും മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങൾ എല്ലാം സ്ഥാപിച്ച് കോൺട്രാക്റ്റും കൊടുത്തെല്ലാം ചെയ്തിട്ടുണ്ട്. പലതിൻ്റെയും പണി 60% പോലും ആയിട്ടില്ല. ആയ സ്ഥലങ്ങളിൽ തന്നെ ഈസി ആയിട്ട് വാഹനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലമല്ല. അപ്പം ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. 1000 കോടി സ്മാർട്ട് സിറ്റിയുടെ പേരിലൂടെ ചിലവാക്കിയതിൻ്റെ പിന്നിലും ഇങ്ങനെ കുറേ സാഹചര്യങ്ങളുണ്ട്. വാടകയ്ക്കെടുത്തത് ഓരോ ആവശ്യം വരുന്നതാണ്. ചില ദിവസം ഡിമാൻഡ് കൂടുമ്പോൾ കൂടുതൽ എടുക്കേണ്ടി വരും, ചില ദിവസങ്ങളിൽ അത്രത്തോളം വേണ്ടി വരില്ല. ഇപ്പോൾ ആൾക്കാർ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ വെള്ളി, ശനി, ഞായറൊക്കെ വാഹനങ്ങളുടെ എണ്ണം കൂടുതൽ വേണ്ടി വരും. എക്സാക്റ്റ് ഓരോ ദിവസമുള്ള എണ്ണം വേരി ചെയ്തിരിക്കും. പറയാം, ഡിമാൻഡ് വരുന്നതനുസരിച്ചാണ് വാഹനം എടുക്കുന്നത്. ഹെൽത്തിൽ നിന്ന് അതിൻ്റെ ഇന്നലെ വരെയുള്ള റിപ്പോർട്ട് അവിടെ ചോദിച്ചാൽ കിട്ടും. ഉണ്ട്, വാഹനം ഓടുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ആ ദിവസങ്ങൾ വേണ്ടി വരില്ല. കൗൺസിലർമാർ വിളിക്കുന്ന അനുസരിച്ചിട്ടാണ്. കോർപ്പറേഷന് ചെറുതും വലുതുമായിട്ട് കോർപ്പറേഷന് 9-10 ടാങ്കർ വലിയ ടാങ്കറുണ്ട്. ഞാൻ എക്സാക്റ്റ് എണ്ണം തരാം.